എല്ലാവർക്കും ഹായ്. പൃഥ്വിരാജിന്റെ വിലായത് ബുദ്ധ എന്നൊരു സിനിമ വരാൻ പോകുന്നു എന്ന് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരു 10 വർഷം മുമ്പാണ്. ഏതാണ്ട് ഒരു 8-10 വർഷം മുമ്പ്. അന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ നടൻ ഈ ലെവലിലുള്ള ഒരു സ്റ്റാർ വാല്യൂ നേടിയിട്ടില്ല. ഒരു യുവനടൻ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഇങ്ങനെ കയറി കയറി വരുന്ന ഒരു അവസ്ഥയിൽ ഞാൻ കേട്ടിട്ടുള്ള പേരാണ്. ഞാൻ അന്ന് ഇതിന്റെ പോസ്റ്റർ വരെ കണ്ടിരുന്നു. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ഒരു നോവലിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഏതോ ഒരു കഥയോ ബുക്കിനെ എന്തോ ബേസ് ചെയ്ത് എടുക്കുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷെ അന്ന് കേട്ട പേര് പിന്നെ ഞാൻ ലൈഫിൽ കേട്ടിട്ടില്ല. പിന്നെ കേൾക്കുന്നത് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ആ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. അന്ന് ഓർമ്മയിൽ നിന്ന പേരാണത്. അതുകൊണ്ട് ആ വെറൈറ്റി പേരായതുകൊണ്ട് മറക്കില്ല. അപ്പോൾ ഇന്ന് ആ സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെമ്മറിയിലൊക്കെ നിൽക്കുന്ന ഒരു പേരല്ലേ, അത് കാണാൻ താല്പര്യം തോന്നി. പിന്നെ ട്രെയിലർ ടീസറൊക്കെ കണ്ടപ്പോൾ നല്ല മാസ് എഫക്റ്റ് ആണ് കിട്ടിയത്. ഒരു ഭയങ്കര എന്റർടൈനർ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഐഡിയയിലാണ് പോയത്. അങ്ങനെ ഇന്ന് കണ്ടു വിലായത് ബുദ്ധ പൃഥ്വിരാജിന്റെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ സംശയം ഇതാ പഴയ സിനിമയെ തന്നെ വീണ്ടും കാണിക്കുന്നതാണോ, വീണ്ടും എടുക്കുന്നതാണോ, അതോ രണ്ടാമത് ഷൂട്ട് ചെയ്തതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. സിനിമ കണ്ടു. സിനിമ കണ്ടപ്പോൾ ധാരണകളൊക്കെ ഏതാണ്ട് പിടികിട്ടി. മൊത്തത്തിൽ സിനിമയുടെ ഒരു സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. പണ്ട് ഇതിലെ കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലെ കഥാപാത്രങ്ങളിൽ പലരും പഴയ ആളുകളെ കുറച്ചുപേരൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു ഷൂട്ടിങ്ങിലാണ് പടം ചെയ്തത്. എങ്കിൽ പോലും ഇന്നത്തെ ടെക്നോളജി വെച്ച് നല്ല രീതിയിൽ മിനുക്ക് പണികളൊക്കെ ചെയ്ത് ഇന്നത്തെ ഒരു സിനിമ കാണുന്ന ഫീല് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിപ്പോൾ BGM ആയാലും കുറച്ച് ടെക്നീഷ്യന്മാർ പുതിയ ആളുകളുണ്ട്. പിന്നെ അറ്റ്മോസ്മിക്സ്, പിന്നെ നമ്മളെ ഒരു ഡിജിറ്റൽ ഇന്റർഫറൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ആ ഒരു ഫ്രെയിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം റിലീസ് ചെയ്ത സിനിമയായിട്ടേ തോന്നുള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ ഞാൻ കണ്ട പൃഥ്വിരാജിനെ, അതിൽ കണ്ട മറ്റു ചില കഥാപാത്രങ്ങളെ, ഇതെല്ലാം പണ്ട് ഏതാണ്ട് ഒരു 8-10 വർഷം മുമ്പ് നമ്മൾ കണ്ട ആ ഒരു പാറ്റേണിലാണ് എനിക്കത് കാണാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പണ്ട് ഷൂട്ട് ചെയ്ത ആ ഒരു കോപ്പി എടുത്ത് ഇന്നത്തെ രീതിയിൽ റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി സിനിമയെ പറ്റി പറയാം. സിനിമയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു 3 മണിക്കൂറാണ് സിനിമയുടെ ലെങ്ത്. അതിന് മാത്രം ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. അതൊരു മാസ് പടമാണ്. എല്ലാ തരത്തിലും മാസ് എഫക്റ്റ് മാത്രം കിട്ടുന്ന ഒരു മാസ് ആക്ഷൻ ത്രില്ലർ എന്ന് തന്നെ പറയാം. ഒരു ചന്ദനക്കടത്ത്, നമ്മുടെ പുഷ്പ മോഡലിലുള്ള ഒരു ചന്ദനക്കടത്ത്. പുഷ്പ ഗ്രാൻഡ് ലെവലാണ്. ഇതൊരു സാധാരണ കാട്ടിലെ ഒരു ചെറിയ ചന്ദനക്കടത്തുകാരനുമായി ബന്ധപ്പെട്ട ഒരു കഥ. അതേപോലെ ഗ്രാമത്തിലെ മറ്റൊരു വ്യക്തി, അത് ഷമ്മി തിലകനാണ് ആ റോള് ചെയ്തിരിക്കുന്നത്. ഷമ്മി തിലകൻ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമയിലെ ഏറ്റവും കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ഷമ്മി തിലകനാണ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഷമ്മി തിലകനെ ഇത്രയും കിടിലം ഒരു റോള് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത്രയും നമ്മൾ വില്ലനായിട്ടൊക്കെ മാത്രമേ ഷമ്മി തിലകനെ കണ്ടിട്ടുള്ളൂ. ഷമ്മി തിലകന്റെ ഇമോഷണൽ സീൻസ് ഉണ്ട്, സെന്റിമെന്റൽ സീൻസ് ഉണ്ട്, സൈക്കോ ലെവലിൽ പെർഫോം ചെയ്യുന്ന സീൻസ് ഉണ്ട്, മണ്ടനെ പോലെ പെർഫോം ചെയ്യുന്ന സീൻസ് ഉണ്ട്, കോമഡി ആയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ മാസ് ആക്ഷൻ ഇതെല്ലാം ഉണ്ട്. മാസ് ഉണ്ട്, പവർഫുൾ ആയിട്ടുള്ള റോളുണ്ട്, വില്ലൻ സ്റ്റൈലിൽ പെർഫോം ചെയ്യുക. അങ്ങനെ ഒരു നടന് എല്ലാത്തരം ഇമോഷനും കൊടുത്ത് എനിക്ക് തോന്നിപ്പോയി കുറച്ച് നാൾ ബാക്കിലോട്ടായിരുന്നെങ്കിൽ, ഒരു 90s ആയിരുന്നെങ്കിൽ തിലകൻ എന്ത് ചെയ്യുമായിരുന്നോ അതേ സാധനമാണ് ഇതിൽ ഷമ്മി തിലകൻ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല. പടത്തിന്റെ എവിടെയൊക്കെ എന്തൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും കയ്യിൽ നിന്ന് പോകാത്ത ഒരേ ഒരു പെർഫോമൻസ് ഷമ്മി തിലകനായിരുന്നു. ഞെട്ടിച്ച പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്, പെർഫോമൻസും അങ്ങനെ തന്നെയാണ്. അത് കലക്കിയിരുന്നു. പിന്നെ പൃഥ്വിരാജിന്റെ കാര്യം പറഞ്ഞാൽ, പൃഥ്വിരാജ് നമ്മുടെ പഴയ സ്റ്റൈൽ പൃഥ്വിരാജാണ്. നമ്മളെ ഈ ഒരു താന്തോന്നി സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ പൃഥ്വിരാജിനെ ഒരിക്കലും നമുക്ക് ഈ കാറ്റഗറിയിൽ നമ്മളിങ്ങനെ സാറേ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ പൃഥ്വിരാജാണ്. പണ്ടത്തെ സ്വപ്നക്കൂടിലെ ആ ഒരു സംസാര ശൈലി, താന്തോന്നി, ഇതിലൊക്കെ ഉള്ള ഒരു പാറ്റേണിലുള്ള പഴയ പൃഥ്വിരാജ്. അത് വെച്ച് തന്നെ എനിക്ക് തോന്നി ഇത് പണ്ട് ഷൂട്ട് ചെയ്ത ഒരു പടമാണ്. അങ്ങനെ പൃഥ്വിരാജ്. പിന്നെ വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, നമുക്ക് പരിചയമുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പുതിയ ആളുകളൊന്നുമില്ല. ആരുടെയും പെർഫോമൻസ് ഒന്നും അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. ഷമ്മി തിലകൻ ഒഴികെ വേറെ ആരുടെയും പെർഫോമൻസ് എല്ലാം ഒരു നാടകീയ സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ഒരു മാസ് പടത്തിന് വേണ്ട ഒരു കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ കഥ വളരെ ചെറിയൊരു കഥ ബേസ് ചെയ്താണ്. ഇന്ദുഗോപന്റെ കഥ ആണ് സംഭവം. ഇന്ദുഗോപനാണ് തിരക്കഥ. കഥ കൊള്ളാമെന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണിൽ തിരക്കഥ സീനുകളൊക്കെ കൊള്ളാം. പക്ഷേ സീനുകൾക്കകത്ത് പറയുന്ന ഏറ്റവും മോശം സീനുകൾക്കകത്ത് പറയുന്ന ഡയലോഗ്സ് ആണ്. മാസ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പല പഞ്ച് ഡയലോഗുകൾ പറഞ്ഞ്
6 ബോറ് കോമഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചില പഞ്ച് ഡയലോഗുകളൊക്കെ കേൾക്കണം. നമ്മൾ പ്രത്യേകിച്ച് പൃഥ്വിരാജൊക്കെ പറയുന്ന ചില പഞ്ച് ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. ഈ വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല ഈ സാഹചര്യത്തിൽ. ഇതെന്തോന്ന് മറ്റേ കൊച്ചു കുട്ടികൾ പോലും ഇതിനേക്കാൾ നന്നായിട്ട് സംസാരിക്കും. ഇന്റർവെൽ സീനിലൊക്കെ ഭയങ്കര മാസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, നടന്നില്ല, പൂർണ്ണ പരാജയമായി മാറി. അങ്ങനെ മാസ് കാണിച്ച് ഒടുവിൽ മടുപ്പ് തോന്നുന്ന ഒരവസ്ഥയിലോട്ടാണ് സിനിമ പോയത്. സിനിമയുടെ 30 മിനിറ്റ് കഴിഞ്ഞാണ് പൃഥ്വിരാജ് വരുന്നത്. അതുവരെ ഷമ്മി തിലകന്റെ ക്യാരക്ടറിന്റെ സ്റ്റോറി മാത്രമാണുള്ളത്. അത് അത്രയും സൂപ്പറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പൃഥ്വിരാജ് ഇല്ലാതെ തന്നെ സിനിമ ഇത്ര കിടിലമാണെങ്കിൽ പൃഥ്വിരാജ് വരുമ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥ. പക്ഷെ പൃഥ്വിരാജ് വന്നു, ഏതാണ്ട് ഒരു ഇന്റർവെൽ വരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ദേ പോണ താഴോട്ട്. പിന്നെ എന്തെങ്കിലും ഉള്ളത് കഥയിൽ ഒരു ക്ലൈമാക്സിൽ എന്തോ ഉണ്ട്. അതും ചില വ്യക്തികൾ, പ്രത്യേകിച്ച് നായിക കഥാപാത്രമൊക്കെ വളരെ വളരെ ഇതായിരുന്നു. നമ്മുടെ നായകനെ കടത്തി വിട്ടുന്ന മാസ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രമിച്ചു. നമ്മളെ നായിക ദുരന്തമായി മാറി. മൊത്തത്തിൽ എനിക്ക് ചിരിയാണ് വന്നത്. നായികയുടെ മാസൊക്കെ ആയിട്ട് നല്ല പവർഫുൾ, സൂപ്പറാണ്. നമ്മളെ ചിരിച്ചു ചാവും. ആ റേഞ്ചിലുള്ള നായികയുടെ മാസൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ട് മൊത്തത്തിൽ തമാശ ലെവലിലോട്ട് പോകും. ഒടുവിൽ എങ്ങനെയെങ്കിലും സിനിമ തീർന്നാൽ മതി എന്നായി. അങ്ങനെ തീർന്ന് 3 മണിക്കൂർ വരെ കഷ്ടപ്പെട്ടിരുന്ന് കാണേണ്ടി വന്നു. മാസ് കാണിച്ച് വെറുപ്പിച്ച ഒരവസ്ഥ കയ്യിൽ നിന്ന് പോയി. മൊത്തത്തിൽ സിനിമയും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ അതങ്ങ് വിട്ടുപോയി. സിനിമയിൽ കൊള്ളാന്നുള്ളത് നമ്പർ 1 ഷമ്മി തിലകൻ. പിന്നെ അതിലെ BGM ജേക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്. ജേക്സ് ബിജോയ് പുതിയ ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള മിക്സൊക്കെ രണ്ടാമത് ചെയ്തതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്ന് 10 വർഷം മുമ്പ് ജേക്സ് ബിജോയ് എനിക്കറിയില്ല. പിന്നെ നായികയൊക്കെ വൻ കോമഡി ആയിരുന്നു. പിന്നെ കൊള്ളാന്നുള്ളത് ജേക്സ് ബിജോയുടെ പാട്ട് മാത്രമല്ല BGM. സിനിമയുടെ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ജേക്സ് ബിജോയുടെ BGM ആണ്. അതുള്ളത് കൊണ്ടാണ് സിനിമ ഇങ്ങനെയെങ്കിലും പോയത്. പിന്നെ പൃഥ്വിരാജ് തുടക്കത്തിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു. അതിലെ വലിയ മാരകമായ ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊന്നും നമുക്കൊരു മൈൻഡ് സ്ക്രീനിൽ നിൽക്കാത്തൊരവസ്ഥ. ഉത്തരവാദി വേറെ ആരുമല്ല, സംവിധായകൻ തന്നെയാണ്, വേറെ ആരുമല്ല. കഥ കൊള്ളാം, ചെറിയ കഥ, ബുക്കിൽ നിന്നെടുത്തതാണ്, ഇന്ദുഗോപന്റെയാണ്. കഥ കൊള്ളാം, പക്ഷെ തിരക്കഥ വളരെ മോശം. തിരക്കഥയിലെ സീൻസ് ഞാൻ കുറ്റം പറയില്ല. ഇതേ സീനുകൾ മതി ഈ സിനിമ കാണിക്കാൻ. പക്ഷെ ഇതേ സീനുകളിൽ പല സീനുകളും കട്ട് ചെയ്ത് മാറ്റുകയും ലെങ്ത് കുറയ്ക്കുകയും പിന്നെ അതേപോലെ ഈ സീനുകളുടെ വേഗതയും കൂട്ടി നല്ല നല്ല ഡയലോഗുകളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ വളരെ വളരെ നന്നായേനെ. പിന്നെ അഭിനയിക്കാൻ അറിഞ്ഞൂടാത്ത കുറെ, ഒന്നിനും കൊള്ളാത്ത കുറച്ച് നടന്മാരെയൊക്കെ കുറച്ച് അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. പോലീസുകാരും അങ്ങനെയൊക്കെയുള്ള കുറച്ചുകാർ, അവരെയൊക്കെ മാറ്റി കുറച്ചുകൂടെ നല്ല നടന്മാരെയൊക്കെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ പടം പെട്ടെന്നൊന്നും തീർത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നല്ല ഫാസ്റ്റായിട്ടൊക്കെ പോയി ആദ്യം, പിന്നെ ഫാസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷെ കഥ നീങ്ങാത്തൊരവസ്ഥയിലോട്ട് പോയി. അങ്ങനെ ഇതായിരുന്നു. കണ്ടു തീർന്നപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇനി ഞാൻ കാണാനും തയ്യാറല്ല. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് കാണാൻ മാത്രം ഒന്നുമില്ല. പിന്നെ അതിലൊരു 2 സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു. അതിൽ സിനിമയുടെ നടുക്ക് വരുന്നൊരു സ്റ്റണ്ട് സീൻ കൊള്ളാമായിരുന്നു. എനിക്ക് ആ റോഡിൽ വെച്ചുള്ള ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സിനിമയുടെ എക്സ്പീരിയൻസ്. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് അല്ല, ഇതൊരു മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല. എനിക്ക് ഒരു പരിധി കഴിഞ്ഞ് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണ് സിനിമ എന്നെ കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ ഇതാണ് വിലായത്ത് ബുദ്ധ.